ഹായ് ഡിയേഴ്സ്, 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കൊരു കിഡിലൻ ഹാപ്പി ന്യൂസുമായിട്ടാണ് MS നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്താ സാറേ ഹാപ്പി ന്യൂസ് എന്നല്ലേ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്ഡ്, അങ്ങനെയല്ല വായിക്കേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്ഡ്, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനർത്ഥം പൊന്നുമക്കളെ, നിങ്ങളുടെ SSLC ഓണം എക്സാമിന് 40 മാർക്കിനുള്ള പേപ്പറും നിങ്ങൾക്കുണ്ട്, 80 മാർക്കിൻ്റെ പേപ്പറും ഉണ്ട്. ഈ 40 മാർക്കിൻ്റെ വിഷയങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ കെമിസ്ട്രീനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾക്ക് വരുന്നത് 3 മാർക്ക് 4 മാർക്കൊക്കെയാണ്. എന്ത് 3 മാർക്കും 4 മാർക്കൊക്കെയാണ് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് അല്ലേ? സോ 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ A+ ഇല്ല, A ഗ്രേഡ് ഇല്ല, B+ ഇല്ല, B ഇല്ല, ചെറിയ ഗ്രേഡിലേക്ക് പോകും. അതുകൊണ്ട് 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും അതുപോലെ 80 മാർക്കിൻ്റെ വിഷയങ്ങളിൽ 6 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ സോഷ്യൽ സയൻസിൽ essay ചോദിക്കാറുണ്ടല്ലേ 6 മാർക്കിന്. ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് മാത്സിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയാലോ? ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു കെമിസ്ട്രിയിലെ ചോദ്യം അയച്ചു തരാണ്. മക്കളെ, ഇത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്, ഇത് പഠിച്ചു വെച്ചോ. ഇത് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇതുപോലത്തെ ചോദ്യമായിരിക്കും എക്സാമിന് വരിക എന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ? ആ ചോദ്യം നിങ്ങൾ ചെയ്തു നോക്കും. അതിൻ്റെ ഉത്തരം ശരിയാണോ എന്നറിയാൻ അടിയിൽ നിങ്ങൾക്ക് ആൻസർ ക്യൂ അവൈലബിൾ ആണെങ്കിലോ, എടാ പൊന്നു മക്കളെ, ഓണപ്പരീക്ഷ നമ്മൾ തകർത്തടിച്ച് അടിച്ച് പൊളിച്ച് കളിച്ച് ചിരിച്ച് പഠിക്കും, അടിച്ച് പൊളിച്ച് പഠിക്കും. ഓണപ്പരീക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ക്ലാസ്സിലെ ടോപ്പറിൽ ഒരാൾ നിങ്ങളായിരിക്കും. MS സൊല്യൂഷൻസിനെ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും. അതിനെന്താ സാർ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ പറയും, റെഡിയാണ്, ക്വസ്റ്റ്യൻസ് നിങ്ങൾ കിട്ടിയാൽ മതി. എടാ വാട്സപ്പ് ചാനലിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. MS സൊല്യൂഷൻസിൻ്റെ 9ാം ക്ലാസ്സിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക, വാട്സപ്പിൽ പോവുക, ജോയിൻ ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അതിലെന്ത് ചെയ്യും, ഡെയിലി രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഉച്ചമുക്കാലിനൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നൈറ്റ് മുക്കാലിനൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വിട്ടുതരും. ഇതാ 3 മാർക്കിൻ്റെ ചോദ്യം, 4 മാർക്കിൻ്റെ ചോദ്യം. നിങ്ങൾ വിചാരിക്കും സാർ അതിപ്പോൾ എല്ലായിടത്തുനിന്നും കിട്ടുന്നുണ്ട്. ഇതങ്ങനത്തെ ചോദ്യങ്ങളല്ല. നമ്മളെ ടീച്ചേഴ്സ് ഇരുന്ന് പ്രിപ്പയർ ചെയ്തെടുത്ത ഈ ചോദ്യമായിരിക്കും എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്ന ചോദ്യങ്ങളായിരിക്കും. അത് നേരത്തെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതിലേക്കൊക്കെ മാക്സിമം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ചോദ്യങ്ങൾ കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനും 1.5 മണിക്കൂറിൻ്റെ പരീക്ഷ 1 മണിക്കൂർ കൊണ്ടൊക്കെ തീർന്ന് ലാവിഷായിട്ട് 1/2 മണിക്കൂർ ഇങ്ങനെ എക്സാം ഹാളിൽ ബാക്കിയുള്ളവരൊക്കെ നോക്കി ഇരിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് ഒരു അപ്പിയറൻസ് ഉണ്ടാക്കിയെടുക്കാൻ MS സൊല്യൂഷൻസിൻ്റെ 9th വാട്സപ്പ് ചാനലിന് കഴിയും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നേരെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഇപ്പം തന്നെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അവയും കണ്ടിട്ട് പഠിച്ചോളൂ കേട്ടോ. ഇനി പുലർച്ചെ 5 മണിക്ക് ക്വസ്റ്റ്യൻ വരും, 7 മണിക്ക് ക്വസ്റ്റ്യൻ വരും, ഉച്ചയ്ക്ക് ക്വസ്റ്റ്യൻ വരും. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിരിക്കും കേട്ടോ. സെറ്റല്ലേ? ഫോളോ ചെയ്യൂലേ? ബാക്കിയൊക്കെ നമുക്ക് ലൈവിൽ കാണാം. ബൈ.